മുകേഷ് ഉൾപ്പെടെ നടന്മാർക്കെതിരായ പരാതികൾ പിൻവലിക്കുകയാണെന്ന പരാതിക്കാരിയായ നടി തനിക്ക് സർക്കാരിൽ നിന്നും പിന്തുണ കിട്ടിയില്ല, കേസുകൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട പ്രത്യേക അന്വേഷണ സംഘത്തിന് ഉടൻ ഇമെയിൽ അയക്കുമെന്നും നടി അറിയിച്ചു. അശ്വതി ചേരുകയാണ് കൊച്ചിയിൽ നിന്നും. അശ്വതി, ഇപ്പോൾ ഈ പരാതി നൽകിയ നടി സ്വയം പിന്മാറുന്നൊരു സാഹചര്യമാണ്. സർക്കാരിൽ നിന്നും ആവശ്യമായ പിന്തുണ ലഭിക്കുന്നില്ല എന്നുള്ളൊരു ഗുരുതര ആരോപണം ഈ നടി ഉന്നയിക്കുന്നുണ്ടല്ലോ. എന്തൊക്കെയാണ് ആ വിവരങ്ങൾ? ശ്രീകാർത്തിക, ഇന്ന് രാവിലെയാണ് ഈ ആലുവയിൽ നിന്നുള്ള ഈ നടി മാധ്യമപ്രവർത്തകർക്കൊക്കെ ഈ മെസ്സേജായിട്ട് ഈ കാര്യം അറിയിച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് പരാതികളെല്ലാം പിൻവലിക്കുന്നത് സംബന്ധിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഇമെയിൽ അയക്കും എന്നതാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ ഇത് വളരെ പെട്ടെന്ന് തന്നെ പരാതികൾ പിൻവലിക്കാൻ പറ്റുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. കാരണം ഏഴോളം പേർക്ക് ആദ്യഘട്ടത്തിൽ പരാതി നൽകിയും ഒപ്പം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ അപകീർത്തിപ്പെടുത്തി എന്ന വിധത്തിൽ അത്തരം പരാതികൾ കൂടി ഇതിൽ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ 4 പേർക്കെതിരെ വീണ്ടും പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ നിരവധി കേസുകളാണ് ഈ വിഷയത്തിലുള്ളത്. നടനും MLA-യുമായ മുകേഷ് അടക്കമുള്ള ആളുകൾക്കെതിരെ വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് നടി ഉന്നയിച്ചിരുന്നത്. മാത്രമല്ല പല കേസുകളിലും കോടതിയിലെത്തി 164 സ്റ്റേറ്റ്മെന്റ് പ്രകാരം മൊഴി നൽകിയിട്ടുമുണ്ട്. ഈ ഒരു സാഹചര്യം കൂടി നിലനിൽക്കുമ്പോഴാണ് പരാതികൾ പിൻവലിക്കുകയാണ് എന്ന് ആലുവയിൽ നിന്നുള്ള നടി വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ നിയമപരമായ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല കഴിഞ്ഞ ഇതിനു മുൻപ് എല്ലാ ആളുകളും തന്നെ മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിക്കുകയാണ് ചെയ്തത്. അങ്ങനെ മുൻകൂർ ജാമ്യം തേടി വിവിധ കോടതികളെ, ഹൈക്കോടതിയിലടക്കം വിവിധ കോടതികളെ സമീപിക്കുകയാണ് ചെയ്തത്. അപ്പോൾ തന്നെ ഈ നടിയുടെ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ട് എന്നുള്ള ചില നിരീക്ഷണങ്ങൾ കോടതിയുടെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടായിരുന്നു. എന്തായാലും അക്കാര്യങ്ങളും വിശദമായി പരിശോധിച്ചു വരികയാണ്. ഈ ഘട്ടത്തിൽ കൂടിയാണ് ഇത്രയധികം പരാതികൾ ഉന്നയിച്ചിരിക്കുന്ന, ഇത്രയധികം പരാതികൾ നൽകിയിരിക്കുന്ന ഈ ആൾ തന്നെ, പരാതിക്കാരി തന്നെ ഈ കേസുകളിൽ നിന്ന് എല്ലാം പിന്മാറുന്നു എന്നും വ്യക്തമാക്കുന്നത്. മാത്രമല്ല അതിനുള്ള ഒരു കാരണമായി അവർ ചൂണ്ടിക്കാണിക്കുന്നത് ഇവർക്കെതിരെ ഒരു പോക്സോ കേസ് ഉണ്ടായിരുന്നു. പോക്സോ കേസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇവരുടെ തന്നെ ബന്ധുവായ ഒരു ആളാണ് ഈ പോക്സോ കേസ് നൽകിയിരിക്കുന്നത്. അത് വ്യാജമാണ്. അത് അന്വേഷിക്കുന്നതിനും അത് തെറ്റാണ്, ആ പരാതി തെറ്റാണ് എന്ന് തെളിയിക്കുന്നതിനും സർക്കാരിന് ഇതുവരെ സാധിച്ചിട്ടില്ല. മാത്രമല്ല മാധ്യമങ്ങളുടെ പിന്തുണയും കൃത്യമായി അതിന് ലഭിച്ചിട്ടില്ല എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളിൽ കൂടി ഒരു തീരുമാനം ഉണ്ടാകാത്ത സാഹചര്യത്തിൽ കൂടിയാണ് താൻ പരാതികൾ പിൻവലിക്കുന്നത് എന്ന് ഇവർ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഇക്കാര്യങ്ങളിൽ ഒരു തീരുമാനം കോടതി വ്യവഹാരങ്ങളിൽ കൂടി നിൽക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ നിയമപരമായ പ്രശ്നങ്ങൾ കൂടി ഇതിലുണ്ടാകും. അതിൽ നിയമവിദഗ്ധരുടെ ഒക്കെ അഭിപ്രായം കൂടി അവരുമായി കൂടിയാലോചനകൾ കൂടി നടത്തേണ്ടി വരും. എന്തായാലും ഇമെയിൽ മുഖാന്തരം അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഈ താൻ പരാതികൾ പിൻവലിക്കുകയാണ് എന്ന ഇമെയിൽ അയക്കാനാണ് ഇപ്പോൾ ഈ നടി തീരുമാനിച്ചിരിക്കുന്നത്. അശ്വതി, ഇപ്പോൾ ഈ നടിയുടെ ഈ ഒരു ആരോപണം വളരെ ഗുരുതരം തന്നെയാണ്. കാരണം ഇരയ്ക്കൊപ്പമാണ് സർക്കാർ എന്ന് ആവർത്തിച്ച് പറയുമ്പോഴും ഇപ്പോൾ വേണ്ട വിധത്തിലുള്ള പിന്തുണ സർക്കാരിൽ നിന്ന് ലഭിക്കുന്നില്ല എന്നാണ് പരാതിക്കാരി ഇപ്പോൾ പറയുന്നത്. അതിനാലാണ് തൻ്റെ പരാതി താൻ പിൻവലിക്കുന്നത് എന്നുള്ള കാരണമാണ് നടി ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തുനിന്നും എന്തെങ്കിലും ഇത് സംബന്ധിച്ച് വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? കേസുമായി ബന്ധപ്പെട്ട അന്വേഷണമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയല്ലേ? തീർച്ചയായും ഈ കേസുമായി ബന്ധപ്പെട്ട് വലിയ അന്വേഷണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 7 പേർക്കെതിരെയാണ് ആദ്യഘട്ടത്തിൽ തനിക്ക് നേരിട്ട് ദുരനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് നടി പരാതി നൽകിയിരിക്കുന്നത് 7 പേർക്കെതിരെയാണ്. അതിനുശേഷം സമൂഹ മാധ്യമങ്ങളിലെ ചില പരാമർശങ്ങളും ഒപ്പം തന്നെ യൂട്യൂബ് ചാനലുകളിലൂടെ അപമാനിച്ചു എന്ന വിഷയത്തിലും ചില കേസുകളും നൽകിയിട്ടുണ്ട്. അതായത് നടനും ബീന ആന്റണി, അതുപോലെ തന്നെ നടനായിട്ടുള്ള മനോജ്, ഒപ്പം നടി സ്വാസിക തുടങ്ങിയവർക്കെതിരെയൊക്കെ തന്നെ കേസുകളുണ്ട്. അത്തരത്തിലുള്ള ആദ്യ കേസുമായി ബന്ധപ്പെട്ട ചില കേസുകൾ കൂടി ഇതിന് പുറകെയുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ്, അത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഈ കേസുകളെല്ലാം തന്നെ വന്നിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. മാത്രമല്ല വിവിധ കേസുകളിൽ കൃത്യമായിട്ടുള്ള ആദ്യഘട്ട തെളിവെടുപ്പുകൾ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ഈ നടി തന്നെ കോടതിയിൽ എത്തി 164 സ്റ്റേറ്റ്മെന്റ് നൽകിയിട്ടുണ്ട്. ഈ 164 സ്റ്റേറ്റ്മെന്റിന്റെ കാര്യം പിന്നീട് അത് തെറ്റാണെന്ന് തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാനുള്ള ഒരു പ്രൊവിഷൻ കൂടിയുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള വലിയ നിയമപരമായ കുരുക്കുകളൊക്കെ ഇതിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഇതെങ്ങനെയായിരിക്കും അന്വേഷണ സംഘം ഇത് എടുക്കുക എന്നുള്ള കാര്യത്തിൽ ഇനി കാത്തിരുന്ന് കാണണം. കാരണം ഇതുവരെ അവർ അന്വേഷണ സംഘത്തെ രേഖാമൂലം ഇക്കാര്യം അറിയിച്ചിട്ടില്ല, നടി അറിയിച്ചിട്ടില്ല. മാധ്യമങ്ങളോട് മാത്രമാണ് ഇപ്പോൾ ഇത് പിൻവലിക്കുകയാണ്, അതായത് ഈ കേസുകൾ പിൻവലിക്കുകയാണ് എന്ന് വ്യക്തമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഇമെയിൽ
ലഭിച്ചതിന് ശേഷമായിരിക്കും അന്വേഷണ സംഘം ഇതിൽ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയുകയും ഒരു തീരുമാനമെടുക്കുകയും ചെയ്യുക. എന്തായാലും വളരെ നിയമപ്രശ്നങ്ങൾ ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്നതിൽ സംശയമില്ല. സർക്കാരിനെതിരെ കൂടി പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ നടി ഈ കേസുകൾ പിൻവലിക്കുന്നു എന്ന് പറയുന്നത്. മാത്രമല്ല, തനിക്കെതിരായ കേസിൽ കൃത്യമായി അന്വേഷണം നടത്തിയില്ല എന്നതാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആരോപണം.